സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും. ഇന്ന് ലോകത്ത് വിവിധ മതങ്ങളുണ്ട്. പ്രമുഖ മതങ്ങളെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഹിന്ദുമതം, ഇസ്ലാം മതം, ക്രിസ്തു മതം, യഹൂദ മതം. ഇതെല്ലാം കൊണ്ടുവന്നത് പ്രവാചകന്മാരാണ്, ദൈവത്തിൽ നിന്ന് ഉള്ളവരാണ്, അവതാരങ്ങളാണ് ഇതെല്ലാം കൊണ്ടുവന്നത്. തീർച്ചയായിട്ടും ഓരോ മതങ്ങളും ഇവിടെ വരുമ്പോൾ പ്രവാചകന്മാർ, ദൈവികരായിട്ടുള്ള ആളുകൾ ഇവിടെ വന്നിട്ട്, വിശുദ്ധർ ഇവിടെ വന്നിട്ട് ഓരോ മതവും സ്ഥാപിക്കുമ്പോൾ ഇവിടെ നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടാവും. അതായത് ബാഹ്യമായിട്ടുള്ള അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത് എന്നുള്ള നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടാവും. അതുപോലെ ആചാരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടാവും. തീർച്ചയായിട്ടും ഓരോ പ്രവാചകനും ഓരോ അവതാരവും വ്യത്യസ്തമായിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടാവും. പക്ഷേ കാതലായിട്ടുള്ള സംഭവം, കാതലായത് എല്ലാവരും കൊണ്ടുവന്നത് ഒന്നാണ്, അതാണ് ആത്മീയത. അതുകൊണ്ടാണ് ആത്മീയതക്ക് മതമില്ല എന്ന് പറയുന്നത്. നമുക്കറിയാം, ഗുരുനാനക്കിനെ പോലെയുള്ള വിശുദ്ധർ കൊണ്ടുവന്ന സിഖ് മതം പോലെയുള്ള മതങ്ങളുണ്ട്. എല്ലാത്തിൻ്റെയും കാതൽ ആത്മീയതയാണ്, അതിന് മതമില്ല. എന്നാൽ എല്ലാ മതങ്ങളും ആ പ്രവാചകന്റെ, ആ അവതാരത്തിന്റെ, ആ വിശുദ്ധരുടെ, ആ ഋഷിയുടെ കാലശേഷം മായം കലരുകയാണ് ചെയ്യുന്നത്. അതിൽ മായം കലരുകയോ അതിന്റെ കാതൽ എന്താണോ, കാതലായത് ആത്മീയതയാണെന്ന് നമ്മൾ പറഞ്ഞു. ദൈവത്തെ അറിഞ്ഞു തുടങ്ങുന്നത് അവിടെയാണ്, ദൈവികത അവരുടെ ഉള്ളിലായി തുടങ്ങുന്നത് അവിടെയാണ്. അതിനെ നിരാകരിക്കുകയും അതില്ലാതാവുകയും മതത്തിന്റെ പുറന്തോട് മാത്രമാവുകയും ചെയ്തു. അതുകൊണ്ടാണ് ഇന്ന് എല്ലാ മതങ്ങളും നമുക്ക് നോക്കിയാൽ കാണാം, ഭാഷയുടെ പേരിൽ വരെ, വാക്കുകളുടെ പേരിൽ വരെ തമ്മിൽ തർക്കിച്ച് ഞങ്ങളാണ് മാത്രം ശരിയെന്ന് പറയുന്നു. എന്നാൽ ഇന്ന് എല്ലാ മതങ്ങളിലുള്ള പുരോഹിതന്മാരെ നമുക്ക് നോക്കിയാൽ അറിയാം, നബി പറഞ്ഞ പോലെ അവരുടെ നാവിൽ മാത്രമാണ് അവർ ആലിമ്, കൽബ് ജാഹിലാണ്, ഹൃദയത്തിലൊന്നുമില്ല. അതരത്തിന്റെ ആളുകൾ മാത്രമാണ്, അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ അകന്നിരിക്കുന്നു എന്ന് യേശുക്രിസ്തു പറഞ്ഞ പോലെയാണ്. അപ്പൊ എല്ലാ മതക്കാരുടെ പുരോഹിതന്മാരടക്കം ആകാശത്തിന് ചുവട്ടിൽ ഏറ്റവും നീചരായിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പൊ മതത്തിൽ നിന്ന് എന്താണ് നഷ്ടപ്പെട്ടത്? ഈ കാതലാണ് നഷ്ടപ്പെട്ടത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ എല്ലാ മതവും തീർച്ചയായിട്ടും ശരിയാണല്ലോ, കാരണം എല്ലാ മതവും കൊണ്ടുവന്നത് പ്രവാചകന്മാരാണ്, ഋഷിവര്യന്മാരാണ്, അവതാരങ്ങളാണ്. പക്ഷെ എന്തായി? അതിന്റെ കാതൽ നഷ്ടപ്പെട്ടു. എന്നിട്ട് ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും, കാതൽ നഷ്ടപ്പെട്ട ബാഹ്യമായതിൽ തന്നെ ചോർച്ച വരും. അത് വെച്ചിട്ട് ഞങ്ങൾ മാത്രമാണ് ശരി എന്നുള്ള തർക്കങ്ങളാണ് ഇന്ന് നമ്മൾ കാണുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ എല്ലാവരും ഒരു രക്ഷകനെ കാത്തിരിക്കുന്നുണ്ട്. എല്ലാവരും, എല്ലാ മതക്കാരും, പുരാതന ദർശനങ്ങളും ഇവിടെ വന്ന മഹത്തുക്കളും എല്ലാവരും ഒരു രക്ഷകനെ പറയുന്നുണ്ട്. പക്ഷെ എങ്ങനെയാണ് അവർ കാത്തിരിക്കുന്നത്? അവരിലേക്ക് വരുന്ന, അവരെ രക്ഷിക്കുന്ന രക്ഷകനെയാണ്. എന്നാൽ തീർച്ചയായിട്ടും ഒരു സത്യാന്വേഷിക്ക് മനസ്സിലാവും, ഒരു രക്ഷകൻ വരിക തീർച്ചയായിട്ടും ലോകത്ത് ഒരു മഹാപ്രഭ വന്നുകൊണ്ട് തന്നെയാണ് മാനവരാശിയുടെ ആത്മീയതയിലുള്ള ഇരുട്ടൊക്കെ നീക്കിയിട്ടുള്ളത്. എല്ലാ കാര്യത്തിലുള്ള ഇരുട്ട് നീക്കാനും ഒരു രക്ഷകൻ അവതരിക്കാറുണ്ട്. അപ്പോൾ യഥാർത്ഥ ദൈവികതയിലേക്ക് മനുഷ്യനെ കൈപിടിച്ച് ഉയർത്താൻ തീർച്ചയായിട്ടും ഒരു ദൈവികമായിട്ടുള്ള മനുഷ്യൻ, ഒരു പ്രഭ ഉദിച്ചുകൊണ്ട് തന്നെയാണ്, മനുഷ്യനായി ഭൂമിയിൽ വന്നുകൊണ്ട് തന്നെയാണ് എല്ലാവരെയും ഉണർത്തുക എന്നുള്ളത് ലളിതമായിട്ടുള്ള സത്യമാണ്. അപ്പോൾ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രക്ഷകൻ വരിക ഏതെങ്കിലും മതക്കാരിലേക്കല്ല. ഇതിൻ്റെയൊക്കെ കാതൽ ഒന്നാണ്. ഇതിന്റെ ബാഹ്യമായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങളും നിയമങ്ങളും ഒക്കെ വ്യത്യസ്തമാണെങ്കിലും കാതൽ ഒന്നാണ്. എന്നാൽ ഇന്നാകട്ടെ കാതൽ ഇല്ലാതാവുകയും ബാഹ്യമായിട്ടുള്ള സംഭവത്തിൽ വരെ മായം കലരുകയും ചെയ്തിരിക്കുകയാണ് എല്ലാ മതത്തിലും. ഇപ്പൊ നിലവിലെ മുസ്ലിങ്ങൾ പറയും എല്ലാ മതങ്ങളും മായം കലർന്ന്, ഞങ്ങളുടേത് മായം കലർന്നിട്ടില്ല. എന്നാൽ നബിയുടെ ശേഷം, മുഹമ്മദ് നബിയുടെ ശേഷമുള്ള ഹിസ്റ്ററി ഇവർ യഥാർത്ഥത്തിൽ പഠിപ്പിക്കില്ല. പഠിപ്പിച്ചു കഴിഞ്ഞാൽ അറിയാം, അവിടുത്തെ വിശുദ്ധ ഷറഫാക്കപ്പെട്ട ശരീരം വെച്ചുകൊണ്ട് തന്നെ അവിടെ തമ്മിൽ തല്ലുന്നുണ്ട്. അപ്പൊ തന്നെ അടി തുടങ്ങിയിട്ടുണ്ട്. ഈ ചരിത്രം പഠിച്ചാൽ ഇന്നത്തെ ഈ മതം, ഇവർ മുഹമ്മദ് നബിയുടേതാണെന്ന് പറയുന്ന മതം ചളക്കവും കൊടുക്കുമെന്ന് ബഷീർ പറഞ്ഞ പോലെ തകർന്നു വീഴും. കാരണം അത്രയും അട്ടിമറിയും പ്രശ്നങ്ങളും നടന്നിട്ടുണ്ട്, അത്ര അട്ടിമറി ഇതിൽ നടന്നിട്ടുണ്ട്. അപ്പൊ എല്ലാം മായം കലർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവസാന കാലത്ത് വരുന്ന മഹാ അവതാരം എല്ലാ പ്രവാചകന്മാരുടെയും, എല്ലാ ഗുരുക്കന്മാരുടെയും, എല്ലാ ഔലിയാക്കളുടെയും, എല്ലാ വിശുദ്ധരുടെയും നാഥനായിക്കൊണ്ട്, നായകനായിക്കൊണ്ട് വരുന്ന അവസാന കാലത്ത് വരുന്ന മഹാ അവതാരം എല്ലാവരിലേക്കുമാണ് വരിക. എല്ലാവർക്കും എന്താണ് അപ്പം നൽകുക? കാതലായിട്ടുള്ളത് നൽകും, ദൈവത്തെ നൽകും, യഥാർത്ഥ ആത്മീയത നൽകും. തീർച്ചയായിട്ടും ബൈബിൾ എന്താ പറയുന്നത്? ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കാനാണ്, പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും സ്നേഹിക്കാനാണ്. അപ്പോൾ അതരത്തിന്റെ ആളുകളെ ബൈബിൾ വിമർശിക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞു, നബി നാവിന്റെ ആളുകളെ വിമർശിക്കുന്നുണ്ട്, ഹൃദയത്തിലാകണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥ ആത്മീയത തുടങ്ങുന്നത് ഹൃദയത്തിൽ നിന്നാണ്. ആ ഹൃദയത്തിലേക്ക്, ആത്മഹൃദയത്തിലേക്ക്, നമ്മുടെ മനസ്സിനും ബുദ്ധിക്കും ചിന്തക്കും ഒക്കെ അതീതമായിട്ടുള്ള ആത്മഹൃദയത്തിലേക്ക് ദൈവിക പ്രഭ ഇട്ടുകൊണ്ടാണ് യഥാർത്ഥ ആത്മീയത തുടങ്ങുന്നത്. എല്ലാ മനുഷ്യർക്കും ആത്മഹൃദയമുണ്ട്, ആത്മാവുണ്ട്, മറ്റു ശക്തികളുണ്ട്. അപ്പൊ ഏതൊരു മനുഷ്യനാകട്ടെ അവരിലേക്ക്, അവരുടെ ആത്മഹൃദയത്തിലേക്ക്, ആത്മാവിലേക്ക് ദൈവത്തിന്റെ വെളിച്ചം, ദൈവിക പ്രഭ ഇട്ടുകൊടുക്കും. ദൈവിക പ്രഭ ഇട്ടുകൊടുത്താലാണ് ദൈവത്തെ അറിഞ്ഞു തുടങ്ങുന്നത്. ഇപ്പൊ ക്രിസ്ത്യാനികൾ പറയുകയാണ് കർത്താവാണ് ഏക കർത്താവ്, ആ കർത്താവിനെ അറിയണം, എല്ലാത്തവരൊക്കെ അവിശ്വാസികളാണ്.
അത് നാവ് കൊണ്ടുള്ള പറയൽ മാത്രമാണ്, കർത്താവിനെ അറിയുന്നില്ല. മുസ്ലിങ്ങൾ പറയുന്നതാണ് അള്ളാഹുവിനെ അറിയണം, അള്ളാഹുവിന്റെ ഏകത്വം തൗഹീദൊക്കെ പറയുകയാണ്. പക്ഷെ ഇത് നാവ് കൊണ്ട് പറയുക മാത്രമാണ്, അറിയണ്ടേ. അതായത് കലിമ ഹൃദയത്തിലാകണം, കൽബിലാകണം, എന്നിട്ടാണ് നാവ് കൊണ്ട് പറയേണ്ടത്. ഹൃദയത്തിന്റെ നിറവിലാണ് അധരം ഒഴിയേണ്ടതെന്ന് യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. എന്റെ ഹൃദയം എന്റെ നാമത്തിൽ തുടങ്ങണം, എന്റെ നാമത്തിൽ അവസാനിക്കണമെന്ന് ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പ്രിയ സുഹൃത്തുക്കളെ, ഇത് ഉള്ളിലായാലാണ് അറിഞ്ഞു തുടങ്ങില്ല. അപ്പോഴാണ് യഥാർത്ഥത്തിൽ ദൈവികമല്ലാത്ത നമ്മുടെ അഹങ്കാരവും അസൂയവും മറ്റുള്ള എല്ലാത്തിനെയും ദുനിയാവിനെയൊക്കെ ഹൃദയത്തിൽ ഉള്ളിൽ വഹിച്ചുകൊണ്ടിരിക്കണം. അതൊക്കെ പോകണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം ദൈവിക പ്രഭ ഉള്ളിലേക്കാകണം. ദൈവത്തിന്റെ പ്രഭ ഉള്ളിലാകുമ്പോഴാണല്ലോ ദൈവത്തെ അറിഞ്ഞു തുടങ്ങുന്നത്. അവിടെ നിന്നാണ് യാത്ര തുടങ്ങുന്നത്. അപ്പോൾ ഇതാണ് ഇമാം മഹദി, ഭഗവാൻ കൽക്കി, ഇമാമി മുബീൻ, സർക്കാർ റിയാസ് അഹമ്മദ് ഗോഹർ ഷാഹി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് അവിടത്തേക്ക് അണിയുന്നത് ആരാകട്ടെ, ഏത് മതക്കാരനാകട്ടെ, മതമല്ല മാറേണ്ടത്, ഹൃദയത്തെ, ആത്മഹൃദയത്തെ, ആത്മാവിനെയാണ് ഉണർത്തേണ്ടത്. ഇത് കാതലായിട്ടുള്ള കാര്യം വരുന്ന കാലമാണ്. കലികാലത്ത് മുഴുവൻ ഇരുട്ടാവുമ്പോൾ ഇവിടെ വരൽ ഏറ്റവും വലിയ പ്രഭയാണ്. ആത്മീയതൊക്കെ പ്രവാചകന്മാരും അമ്പിയാക്കളും ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നു, വിശുദ്ധരൊക്കെ വളരെ റയറായിട്ട് കൈമാറിയിട്ടുള്ളൂ. എന്നാൽ ഇന്ന് നമുക്കറിയാം, സത്യ അന്വേഷികളൊക്കെ അതിന്റെ കാതൽ തേടുന്ന കാലമാണ്. അപ്പൊ കാതൽ പരസ്യമാകുന്ന കാലമായി. ആത്മീയത സമഗ്രമായി പഠിപ്പിച്ചുകൊണ്ട് അതിനെ പ്രാക്ടിക്കലാക്കിക്കൊണ്ടാണ് ഇമാം മഹദി, ഭഗവാൻ കൽക്കി, സർക്കാർ റിയാസ് അഹമ്മദ് ഗോഹർ ഷാഹി വന്നിരിക്കുന്നത്. അവിടുന്ന് മനുഷ്യരുടെ ഹൃദയത്തെ, ആത്മാവിനെ ഉണർത്തി ദൈവത്തെ അറിഞ്ഞു തുടങ്ങുന്നവരാക്കുകയാണ്. അപ്പൊ തീർച്ചയായും അവിടുന്ന് എന്ത് ചെയ്യും? ഈ യഥാർത്ഥ ആത്മീയത മുഴുവൻ പഠിപ്പിച്ച് പ്രാക്ടിക്കലാക്കുന്ന മഹാപ്രഭ, ആ മഹാ വെളിച്ചത്തിന്റെ ഗോളം തന്നെയാണ് ലോകത്ത് അതിനപ്പുറമുള്ളതും വെളിവാക്കൽ, അതിനപ്പുറമുള്ള രഹസ്യങ്ങളും വെളിവാക്കലും ആ വിത്തും മനുഷ്യരുടെ ഉള്ളിലേക്ക് ഇടാൻ കഴിയുകയും ചെയ്യില്ലെന്ന് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടതാണ് സുഹൃത്തുക്കളെ. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ പഠിച്ചു നോക്കേണ്ടതാണ്. ഒരു അന്വേഷി ബാഹ്യമായിട്ടുള്ള ലക്ഷണങ്ങളും ബാഹ്യമായിട്ടുള്ള നിരീക്ഷണങ്ങളും നോക്കി എല്ലാ ഒരു കാര്യത്തെ വിലയിരുത്തുക, മറിച്ച് അതിനപ്പുറം ആഴത്തിലേക്ക് പോയിട്ട് പഠിച്ചു നോക്കുമെന്നുള്ളതാണ്. എക്കാലത്തും നമ്മൾ തുടർച്ചയായി പറയുന്ന കാര്യമാണ്, എക്കാലത്തും ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളും ഗ്രന്ഥവ്യാഖ്യാനങ്ങളും ഒക്കെ നോക്കിയിരുന്നവർ തെറ്റിക്കപ്പെട്ടിട്ടുണ്ട്. അവർക്ക് മഹാസ്നേഹത്തിന്റെ, പ്രണയത്തിന്റെ ഗോളങ്ങൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഒരു മുസ്ലിം പറയുന്നു, ഞാൻ എല്ലാവരെക്കാളും ശ്രേഷ്ഠനാണ്. ഒരു ജൂതൻ പ്രഖ്യാപിക്കുന്നു, ഞാൻ മുസ്ലിമിനേക്കാൾ മികച്ചവനാണ്. ഒരു ക്രിസ്ത്യാനി പറയുന്നു, മുസ്ലിമിനേക്കാളും ജൂതനേക്കാളും മറ്റു മതസ്ഥരെക്കാളും വലിയവനാണ് ഞാൻ. എന്തെന്നാൽ ഞങ്ങൾ ദൈവപുത്രന്റെ ജനതയാണ്. എന്നാൽ ഗോർഷായി അവരുകൾ പ്രഖ്യാപിക്കുന്നു, ഏത് മതക്കാരനാണെങ്കിലും ഹൃദയത്തിൽ ദൈവപ്രേമമുള്ളവനാണ് എല്ലാവരെക്കാളും മികച്ചവനും ഉന്നതനും. നാവ് കൊണ്ടുള്ള ദിക്റും ആരാധനയും അവന്റെ അനുസരണയെയും വിധേയത്വത്തെയും കാണിക്കുന്നു. എന്നാൽ കൽബ് കൊണ്ടുള്ള ദിക്ർ അള്ളാഹുവിന്റെ മുഹബത്തും അടുപ്പവും കരസ്ഥമാക്കുന്നതിനുള്ള മാർഗമാണ്. സർക്കാർ റിയാസ് അഹമ്മദ് ഗോഹർ ഷാഹിയുടെ ദീനിലാഹി എന്ന വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നും. തീർച്ചയായിട്ടും ഈ ഗ്രന്ഥം വേണ്ടവർ പറയുക, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഈ ഗ്രന്ഥം എത്തിച്ചു തരുന്നതാണ്. ആത്മീയ അന്വേഷികൾ തീർച്ചയായിട്ടും വായിച്ചിരിക്കേണ്ട ഈ കാലത്തിന്റെ ഗ്രന്ഥമാണ് സുഹൃത്തുക്കളെ. അവ കാര്യം ലളിതമാണ്. ഏത് മനുഷ്യനാകട്ടെ, ഏത് മതക്കാരനാകട്ടെ, മതമില്ലാത്തവനാകട്ടെ, ദൈവത്തെ അറിഞ്ഞു തുടങ്ങുകയാണ് വേണ്ടത്. ദൈവത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് വേണ്ടത്. ദൈവത്തെ അറിഞ്ഞു തുടങ്ങലാണ് യഥാർത്ഥ ആത്മീയതയും ദൈവികതയും എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതാണ് ഇമാം മഹദി, ഭഗവാൻ കൽക്കി ചെയ്യുന്നത്. ഇത് മഹാ ആത്മീയതയുടെ കാലമാണ്. കഴിഞ്ഞു പോയ കാലമല്ല ഉത്തമം, ഈ കാലമാണ് ഉത്തമം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എന്നാൽ ഈ കാലം ഉത്തമമാകണമെങ്കിൽ ഉത്തമമായതിലേക്ക് നമ്മൾ ഓരോരുത്തരും തീർച്ചയായിട്ടും എത്തേണ്ടതുണ്ട്. നിലവിൽ ക്രിസ്ത്യാനികൾ പറയാറുണ്ട്, ഞങ്ങൾ ഇത് ഇവിടെ പറഞ്ഞ പോലെ ഞങ്ങൾ ദൈവപുത്രന്റെ ആളുകളാണ്, ഞങ്ങളാണ് യേശുക്രിസ്തുവിനെ സ്വീകരിച്ചവർ, ഞങ്ങൾക്ക് മാത്രമാണ് രക്ഷ. യഥാർത്ഥത്തിൽ എല്ലാ മതക്കാരും ഇങ്ങനെ ഓരോ വാദങ്ങൾ ഉന്നയിക്കുകയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഒരു ക്രിസ്ത്യാനി യേശുക്രിസ്തുവിനെ അറിയുന്നില്ല. യേശുക്രിസ്തു ഒന്നാം വരവ് വന്നപ്പോൾ എബ്രഹാമിന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് യേശുക്രിസ്തുവിനെ എതിർക്കുന്നത്. യേശുക്രിസ്തു പറയുന്നുണ്ട്, നിങ്ങൾ എബ്രഹാമിനെ അറിഞ്ഞിരുന്നെങ്കിൽ എന്നെ എതിർക്കുമായിരുന്നില്ല. കാരണം എബ്രഹാമിന് അവർ ഹൃദയബന്ധമില്ല. ഹൃദയത്തിൽ ദൈവിക പ്രഭയായാലാണ് ഇവരൊക്കെ ആരാണ്, പ്രവാചകന്മാരായാലും യേശുക്രിസ്തു ആയാലും മുഹമ്മദ് നബി ആയാലും എല്ലാവരും ഉള്ളിൽ ദൈവിക പ്രഭയാണ് അവരുടെ ഉള്ളിലുള്ളത്. അവർ ദൈവിക പ്രഭയാണ്. അവരെ അറിയണമെങ്കിൽ നമ്മുടെ ഉള്ളിലും ദൈവിക പ്രഭയാകണം. അതാണ് ഭഗവാൻ കൽക്കി, ഇമാം മഹദി ചെയ്തു കൊടുക്കുന്നത്. അവിടെയാണ് യഥാർത്ഥ ബന്ധം വരുന്നത്. ഇപ്പൊ മുസ്ലിങ്ങൾ പറയാറുണ്ട്, മറ്റുള്ള മതക്കാരൊക്കെ എങ്ങനെയാ ശരിയാകാം, അവർ മുഹമ്മദ് നബിയെ അംഗീകരിക്കുന്നില്ലല്ലോ എന്നുള്ള വാദം നിങ്ങളോട് ഉന്നയിക്കും. മുഹമ്മദ് നബിയെ നിങ്ങൾ എവിടെയാണ് അംഗീകരിക്കുന്നത്? മുഹമ്മദ് നബിയെ യഥാർത്ഥത്തിൽ അറിയണമെങ്കിൽ, യഥാർത്ഥത്തിൽ മുഹമ്മദ് നബിയെ അറിഞ്ഞു കൊടുക്കണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ദൈവിക പ്രഭ പ്രവേശിക്കണം. അപ്പോഴാണ് യഥാർത്ഥത്തിലുള്ള അറിയലാകല്. അങ്ങനെ ദൈവിക പ്രഭ പ്രവേശിച്ച ഒരാൾക്ക് എല്ലാവരെയും അറിയും. അവർ കൃഷ്ണനെ അറിയും, മുഹമ്മദ് നബിയെ അറിയും, യേശുക്രിസ്തുവിനെ അറിയും. എല്ലാവരും ഒന്നാണെന്നുള്ളത് പരമമായിട്ടുള്ള സത്യം അറിയും എന്നുള്ളതാണ് സുഹൃത്തുക്കളെ. ഇതുപോലെ തന്നെ
നിലവിലുള്ള മുസ്ലിം സഹോദരന്മാരെ വഴിതെറ്റിക്കാൻ വേണ്ടിയും ഇടുങ്ങിയ ചിന്താഗതിയിൽ തന്നെ തളച്ചിടാൻ വേണ്ടിയും സൂഫിസവും ആത്മീയതയും ഒക്കെ അന്വേഷിച്ച് തെരീക്കത്ത് എന്നൊക്കെ പറയുന്നവരിൽ വരെ വർഗീയതമായിട്ടുള്ള ചില ചങ്ങലകളിൽ ഇടാറുണ്ട്. അത് ആ ഒരു ചങ്ങലയാണ് ഒരു ഖുർആനായത്ത് പറഞ്ഞുകൊണ്ട് ഇന്ന ദീന ഇന്ദല്ലാഹിൽ ഇസ്ലാം എന്നുള്ള ഖുർആനായത്ത് പറഞ്ഞുകൊണ്ട് തളച്ചിടാറുണ്ട്. അതായത് അള്ളാഹുങ്കൽ മതം എന്നാൽ ഇസ്ലാമാണെന്ന്. അള്ളാഹുങ്കൽ ദീൻ എന്നാൽ ഇസ്ലാമാണെന്ന് പറഞ്ഞാൽ ഇസ്ലാം അവിടെ പറഞ്ഞ ഇസ്ലാം എന്താണെന്ന് അറിയണം. അവിടെ പറഞ്ഞ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരു അറബി പേരും ഇട്ട് മുസ്ലിം സമുദായമായി ആ സമുദായത്തിൽ ജനിച്ച് അതിന്റെ ആചാരങ്ങളും ചെയ്ത് കേവലമായ വായ കൊണ്ടുള്ള ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നടക്കലല്ല. ഇസ്ലാമിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഷറഹ സദർ ചെയ്യണമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഹൃദയം തുറക്കണം, ആത്മഹൃദയം തുറക്കണം, ഹൃദയത്തിൽ അള്ളാഹുവിന്റെ ദിക്റാകണം, കൽബിൽ അള്ളാഹുവിന്റെ ദിക്റാകണം. ഇതാണ് ഷറഹ സദർ. ഇത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് പൂർണ്ണമായി യഥാർത്ഥത്തിൽ കീഴ്പ്പെടണമെങ്കിൽ, യഥാർത്ഥത്തിൽ ദൈവത്തിന് സമർപ്പിക്കണമെങ്കിൽ ദൈവത്തിന്റെ പ്രഭ ഉള്ളിൽ പ്രവേശിക്കണ്ടേ, അള്ളാഹുവിന്റെ നൂറ് ഉള്ളിൽ പ്രവേശിക്കണ്ടേ എന്നുള്ളതാണ്. പിന്നെ ഖുർആനെ നമുക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു ഖുർആനാണ്. സത്യവിശ്വാസികളോ ക്രിസ്തവരോ യഹൂദരോ സാബികളോ ആരാകട്ടെ അള്ളാഹുവിൽ വിശ്വസിക്കുകയും ഈമാൻ എന്നുള്ള വേണ്ടാണ് ഈമാൻ കൊള്ളുകയും അന്ത്യദിനത്തിൽ ഈമാൻ കൊള്ളുകയും അമല് സോലിഹാത്ത് ചെയ്യുകയും ചെയ്താൽ ഭയപ്പെടേണ്ടതില്ല, ദുഃഖിക്കേണ്ടതുമില്ല എന്ന് ഖുർആൻ പറഞ്ഞു കഴിഞ്ഞു. ഇതെന്തുകൊണ്ട് നിങ്ങൾ കാണുന്നില്ല? നിങ്ങളുടെ ഉള്ളിൽ പുരോഹിതന്മാരിട്ട് തന്ന മതിലുകൾ ഇടിച്ചു തകർക്കാൻ ഈ വചനം നിങ്ങൾ കാണണോ? ആരാകട്ടെ അള്ളാഹുവിൽ വിശ്വസിക്കൽ എങ്ങനെയാണ്? അള്ളാഹുവിൽ വിശ്വസിക്കൽ കേവലമായിട്ടുള്ള വിശ്വാസമല്ല. അള്ളാഹുവിനെ അറിഞ്ഞു തുടങ്ങണമെങ്കിൽ, കലിമ ഹൃദയത്തിലാകണമെങ്കിൽ അള്ളാഹിന്റെ നൂറ് കൽബിൽ പ്രവേശിക്കണം. സുഹൃത്തുക്കളെ, അപ്പോ പുരോഹിതന്മാര് തീർച്ചയായിട്ടും മത അന്ധത, ഈ മായം കലർന്ന മതം, ദൈവികമല്ലാത്ത പ്രവാചകന്മാരെല്ലാം കൊണ്ടുവന്ന മതത്തെ മായം കലർത്തി ആ മതത്തിന്റെ ഒട്ടക്കിണറ്റിൽ തന്നെ നമ്മളെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവിടെ നിന്ന് മനുഷ്യരെ എടുത്തുകൊണ്ടുവന്ന് മനുഷ്യരെ അള്ളാഹുമായിട്ട് ദൈവവുമായിട്ട് ബന്ധിപ്പിച്ച് മനുഷ്യരെ യഥാർത്ഥ ആത്മീയ യാത്ര നടത്താൻ ഭഗവാൻ കൽക്കി ഇമാം മഹദി വന്ന സന്തോഷ വാർത്ത നിങ്ങൾ അറിയുക, അവിടുത്തെ പഠിച്ചു നോക്കുക എന്നുള്ളതാണ്. സുഹൃത്തുക്കളെ, ഇവര് തന്നെ പറയുന്നുണ്ട്, നിലവിലെ മുസ്ലിങ്ങൾ തന്നെ മറ്റു പ്രവാചകന്മാരെ വിശ്വസിക്കൽ നിർബന്ധമാണ്. ഗ്രന്ഥ കിതാബുകൾ വിശ്വസിക്കണം. മറ്റു പ്രവാചകന്മാരെ വിശ്വസിച്ചാൽ അവർ കൊണ്ടുവന്നതിനെ വിശ്വസിക്കണ്ടേ? മറ്റു പ്രവാചകന്മാർ കൊണ്ടുവന്നതാണ് ഇവിടെ ഈസാ നബി, യേശുക്രിസ്തു കൊണ്ടുവന്നതാണ് ക്രിസ്ത്യൻ മതം. ആദം നബി മുതൽ ഇങ്ങ് ആദം നബിയുടെ റൂട്ടിലൂടെയാണ് ഹിന്ദു മതം വരുന്നത്. അതുപോലെ ഓരോന്നും വരുന്നത്. അത് പറയുകയാണ് അതൊക്കെ മായം കലർന്നിട്ടുണ്ട് എന്നുള്ളത്. എന്നാൽ ഇവിടെയോ മുഹമ്മദ് നബി കൊണ്ടുവന്ന ശേഷം അതിലും കൂടുതൽ മായം കലർന്നിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ചരിത്രം പഠിച്ചു നോക്കൂ എന്നുള്ളതാണ്. അപ്പൊ എല്ലാ മായം കലരുമ്പോൾ എല്ലാത്തിന്റെ കാതൽ എന്താണ്? എല്ലാവരും ആത്മീയമായി ആദ്യം ചെയ്തു കൊടുത്തത് അന്നത്തെ കാലത്ത് ഇത് റയർ ആയിട്ടാണെങ്കിലും ആത്മഹൃദയത്തെ ഉണർത്തി എന്നുള്ളതാണ്. പിന്നെ എല്ലാവരും വിവിധ ആചാരങ്ങളും വിവിധ അനുഷ്ഠാനങ്ങളും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ സുഹൃത്തുക്കളെ, ഇങ്ങനെയുള്ള ഇടുങ്ങിയ മതബോധത്തിൽ നിന്ന് യഥാർത്ഥ ദീനിലേക്ക്, യഥാർത്ഥ ദൈവിക മതത്തിലേക്ക്, ദൈവിക ദീനിലേക്ക് നിങ്ങൾ പ്രവേശിക്കേണ്ടതുണ്ട്, ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോഴാണ് ഇവിടുത്തെ ചങ്ങലകളൊക്കെ പൊട്ടിച്ച് നിങ്ങൾക്ക് യഥാർത്ഥ മാർഗം തെളിയുക എന്നുള്ളതാണ്. സുഹൃത്തുക്കളെ, ഇമാം മഹദി, ഭഗവാൻ കൽക്കി, സർക്കാർ റിയാസ് അഹമ്മദ് ഗോഹർ ഷാഹി ദീൻ ഇലാഹിയുമായിട്ടാണ് വരല്. ദൈവത്തിന്റെ മതവുമായിട്ടാണ് വരല്. ഇഷ്ക ഇലാഹിയുമായിട്ടാണ് വരല്. പ്രണയത്തിന്റെ മതവുമായിട്ടാണ് വരല് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക തീർച്ചയായിട്ടും. അപ്പോൾ അവിടത്തേക്ക് യഥാർത്ഥ സത്യത്തെ, സ്നേഹത്തെ തേടുന്ന യഥാർത്ഥ ആത്മാക്കൾ വിവിധ മതങ്ങളിൽ നിന്നും മതമില്ലാത്തവരിൽ നിന്നും വിവിധ ദേശക്കാരിൽ നിന്നൊക്കെ ഒരുമിച്ച് കൂടും. അവിടുത്തെ ഫോട്ടോ തന്നെ യഥാർത്ഥ അതിൻ്റെ ആത്മാക്കളെ ആകർഷിക്കുന്നതാണ്. മഹാസ്നേഹത്തിന്റെ ഗോളം ഇറങ്ങി വന്നാൽ സ്നേഹത്തിന്റെ ആത്മാക്കൾ ആകർഷിക്കുന്നതാണ്. അവിടുത്തെ പൂർണ്ണകരം, അവിടുത്തെ രഹസ്യം സയ്യിദ് യൂനിസ് അൽ ഗോഹർ അൽറ ടിവിയിൽ 20-ലേറെ വർഷമായി ലോകത്തോട് ഈ സദ്വാർത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല ആന്തരികമായിട്ട് ഇവിടെ ഒരുക്കങ്ങൾ നടക്കുന്നു. ആന്തരികമായി ഓരോ മനുഷ്യന്റെ ഉള്ളിലും വിത്തിട്ട് കൊടുത്ത് അതിനെ സജ്ജീകരിച്ച് ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കും തീർച്ചയായിട്ടും അൽറ ടി വി കേട്ടു നോക്കാം. അതുകൊണ്ട് ഈ വീഡിയോ ചെയ്ത ഉദ്ദേശം ഇവിടെയുള്ള ആത്മീയരെന്ന് പറയുന്ന, അന്വേഷികൾ എന്ന് പറയുന്നവരുടെ ഉള്ളിൽ വരെ മതത്തിന്റെ വേലിക്കെട്ടുകൾ, ഈ മാഴം കലർന്ന മതം ഇട്ടുകൊണ്ട് ഇത് മാത്രമാണ് ശരിയെന്ന വേലിക്കെട്ടുകൾ വെച്ചിട്ടുണ്ട്. അപ്പൊ അവർ ചോദിക്കുകയാണ്, വലിയ മതേതരത്വവും എല്ലാവരും ഒന്നാകണം എന്നൊക്കെ പറയുന്നവരുടെ ഉള്ളിലുള്ളത് വർഗീയതയാണ്. ഇവരെല്ലാവരും സർക്കാർ റിയാസ് അഹമ്മദ് ഗോഹർ ഷാഹി എല്ലാ മനുഷ്യർക്കും ദിക്ർ കൊടുക്കും, എല്ലാ മനുഷ്യർക്കും ദൈവത്തിന്റെ സ്നേഹത്തിന്റെ വിത്ത്, ദൈവത്തിന്റെ നൂറ്, അള്ളാഹുവിന്റെ നൂറ് ദൈവിക പ്രക കൽപ്പിലേക്ക് ഇട്ടുകൊടുക്കുമ്പോൾ അതെങ്ങനെയാ ശരിയാകാന്ന് ചോദിക്കുന്നുണ്ട്. എന്റെ സുഹൃത്തുക്കളെ, ഈ ഇടുങ്ങിയ മതമതിലുകൾ വിട്ടുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ദൈവിക ദീനിലേക്ക് പ്രവേശിക്കാനുള്ള ചിന്ത നടത്തുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യഥാർത്ഥ സത്യവുമായിട്ട്, യഥാർത്ഥ ദൈവിക വെളിച്ചവുമായിട്ട് വന്ന മഹാദാത്തിനെ, എല്ലാവരും കാത്തിരുന്ന
യേശുക്രിസ്തുവും മുഹമ്മദ് നബിയും എല്ലാവരും കാത്തിരുന്ന ആ മഹാപ്രഭയെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആകർഷിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും സുഹൃത്തുക്കളെ, നമ്മൾ പറഞ്ഞു അവസാനത്തെ അവതാരം ഭഗവാൻ കൽക്കി ഇമാം മഹദി എല്ലാ പ്രവാചകന്മാരും എല്ലാ വിശുദ്ധരും എല്ലാ ഔലിയാക്കളും എല്ലാ ആരിഫീങ്ങളും എല്ലാവർക്കും നാഥനാണ്, എല്ലാവരുടെയും നായകനാണ്. എല്ലാവരും അവിടുത്തെ കാത്തിരുന്നിട്ടുണ്ട്. മുഹമ്മദ് നബി അവിടുത്തെ ഫോട്ടോയാണ് കഅബയിൽ അജറുൽ അസ്വദിലുള്ളത്. അതിൽ മുത്തി കരഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. എല്ലാ പ്രവാചകന്മാരും അവിടുത്തെ ഫോട്ടോയിൽ അവിടെ മുത്തിയിട്ടുണ്ട്. അപ്പം എല്ലാവരും കാത്തിരുന്ന മഹാനാഥൻ. അതുകൊണ്ടാണ് സർക്കാർ റിയാസ് അഹമ്മദ് ഗോഹർ ഷാഹി ABCD പഠിപ്പിക്കുന്ന പോലെ സമഗ്രമായിട്ട് ആത്മീയതയുടെ രഹസ്യങ്ങളൊക്കെ പടിപടിയായി പഠിപ്പിക്കുന്നതും അതിനെ പ്രാക്ടിക്കലാക്കുന്നതും. നമ്മൾ പറഞ്ഞു പ്രവാചകന്മാരും അമ്പിയാക്കളും ഔലിയാക്കളും വിശുദ്ധരൊക്കെ വളരെ റയറായിട്ട് ചെയ്ത ആത്മീയ പ്രോസസ്സൊക്കെ അവിടുന്ന് ചൂടപ്പം പോലെ അതിൻ്റെ വിപ്ലവം തന്നെ നടത്തുന്നത് അതുകൊണ്ടാണ്. നമുക്കറിയാം, ഒരു പ്രവാചകൻ തന്നെ സാധാരണ മനുഷ്യനല്ല, ഒരു വിശുദ്ധൻ തന്നെ സാധാരണ മനുഷ്യനല്ല അല്ലല്ലോ. അതുകൊണ്ടാണല്ലോ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഇടയിൽ നിന്ന് ഒരാളുണ്ടാകുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന മഹാനാഥൻ ആരായിരിക്കും? മഹാഭഗവാൻ. അവരെല്ലാവരും കാത്തിരുന്ന മഹാനാഥൻ ആരായിരിക്കും? അപ്പോൾ ഭൂമിയിൽ മഹാനാഥൻ മഹാഭഗവാൻ ഇറങ്ങി വരുന്ന മഹാ ആഘോഷമാണ് നടക്കുന്നത് എന്നുള്ളതാണ്.